പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇനി എന്തായാലും തോറ്റുമടങ്ങാൻ തനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഒരിക്കലും പദ്ധതി പാളാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് നീങ്ങുമ്പോഴാണ് നീന കടന്നു വരുന്നത്. എന്തായി രാഹുൽ, പറഞ്ഞ കാര്യങ്ങളിൽ വല്ല മാറ്റവുമുണ്ടോ? എനിക്ക് ആ കാര്യം അറിയണം. ഇത് കേട്ട് രാഹുൽ, എന്താണ് നീന, ഞാൻ കുറച്ച് സമയം ചോദിച്ചതല്ലേ. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നതേ ഉള്ളൂ. കുറച്ച് സാവകാശം എനിക്ക് വേണം. അതിനുശേഷം കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ നടപ്പിലാക്കും. നിന്റെ അമ്മയ്ക്കും ഞാൻ നൽകിയ വാക്ക് പാലിക്കും. പോരെ? നീ ചതിക്കുകയാണോ ഞങ്ങളെ? അല്ല, ആ പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആദ്യം ഉണ്ടാകണം. ആ കേസിൽ നിന്ന് ആദ്യം ഒഴിവായാലേ പിന്നീട് എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് നിനക്കും അറിയാമല്ലോ. റാം മോഹനെ എൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം. ഈഷയാണെങ്കിൽ ഇപ്പോൾ വളരെ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഡിവോഴ്സ് വേണം എന്ന നിലപാട് എടുത്തുകൊണ്ടാണ് അവളിപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ തിരിച്ചടി കിട്ടും എന്നത് ഉറപ്പാണ്. അപ്പോൾ സ്വത്തുക്കളും എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായി ഞാനിപ്പോൾ കാര്യങ്ങൾ നീക്കുകയാണ്. എൻ്റെ പ്ലാൻ കൃത്യമായി പോവുകയാണ് എങ്കിൽ അധികം വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ കൈപ്പിടിയിലാകും. പിന്നെ എനിക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായി വരില്ല എന്നതാണ് സത്യം. സ്വത്തുക്കൾ എൻ്റെ കൈവശം വരികയാണ് എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും. നിങ്ങൾ ഇപ്പോൾ എന്നെ ഈ കാര്യത്തിൽ സഹായിക്കുകയാണ് വേണ്ടത്. അത് കേട്ടതിനെ തുടർന്ന് നീന, നിന്നെ ഞാൻ വീണ്ടും വിശ്വസിക്കുകയാണ്. അറിയാമല്ലോ ചതിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന്. നീന, എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. പണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഇപ്പോൾ എൻ്റെ ലക്ഷ്യം വളരെ അടുത്താണ് എന്നുള്ള കാര്യം നിനക്കും കൃത്യമായി അറിയാം. ആ പല്ലവിയുടെ കാര്യത്തിൽ ഈ അടുത്തു തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം പാളിപ്പോയി. അതുകൊണ്ടാണ് വീണ്ടും ഡിലേ വന്നത്. പക്ഷേ ഇപ്രാവശ്യം കാര്യങ്ങൾ തെറ്റുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഉള്ളത്. ഒരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, ഞാൻ ഉറപ്പു നൽകാം. ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയാണ് രാഹുൽ. പക്ഷേ ചെന്ന് കാണുന്നത് ഇഷയെയാണ്. ഇഷയോട്, ഇതേ തുടർന്ന് നിന്നോട് അഭിഷേകിനെ കാണരുത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നീ അത് അനുസരിക്കാത്തത്? രാഹുൽ, എൻ്റെ കാര്യത്തിൽ അധികം ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ചിലപ്പോഴൊക്കെ അഭിഷേകിനെ കാണേണ്ടതായി വരും. അതിൽ സംശയത്തിന്റെ ദൃഷ്ടിയുമായി വരരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ ഫ്രീഡം വേണം. അല്ലാതെ ഒരു അടിമയെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയെയാണ് വേണ്ടത് എങ്കിൽ രാഹുൽ, നിനക്ക് ആള് മാറിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരാളെ കണ്ടെത്തുന്നതാണ് നിനക്ക് നല്ലത്. മനസ്സിലായോ? കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞതുപോലെയേ മുന്നിലേക്ക് പോകുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീരുമാനം ഉറച്ചതാണ്. ഞാനിനി അതിൽ നിന്ന് പിന്മാറുകയില്ല. അത് എന്തൊക്കെ സംഭവിച്ചാലും. ഇതോടെ രാഹുൽ അവിടെ നിന്ന് പോകുന്നു. റാം മോഹനെ കാണുന്നതാണ് അടുത്ത പ്ലാൻ. റാം മോഹനെ തന്ത്രത്തിൽ തൻ്റെ കൂടെ നിർത്തി സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിലുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണം എന്ന് ഉറപ്പിക്കുകയാണ്. പക്ഷേ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന അഭിഷേകിനോട്
നിങ്ങളുടെ ബൈക്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ ആരാണ്? അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം എന്ന് ദേവബാല പറയുകയാണ്. ഇതോടെ അഭിഷേക്, എല്ലാ കാര്യത്തിലും നീ ഇടപെടേണ്ട ആവശ്യമില്ല. നിന്നോട് പറയേണ്ട കാര്യം ഞാൻ പറയും. അല്ലാതെ എല്ലാത്തിലും ഇടപെട്ടാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന്, നിങ്ങളെ പോലെയുള്ള ഒരു ചതിയനെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ജോലി ഞാൻ കളയും. അത് ഈ ദേവബാലയുടെ വാശിയാണ്. ഓഹോ, നമുക്ക് കാണാം എന്ന് വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.